വീണ്ടും ഒരു ബൈക്ക് റൈഡിങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നെല്ലിയാമ്പതി ട്രിപ്പിൻ്റെ റൈഡിങ് വീഡിയോ ആണ്. ബൈക്കിലാണ്, ഡീസൽ ബുള്ളറ്റിനാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 7:45 7:45 ആയപ്പോൾ നെന്മാറ എത്തി. ഇപ്പം നെന്മാറ ടു പോത്തുണ്ടി ഡാം ആ റൂട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ രാവിലത്തെ ആ ഒരു സൂര്യൻ്റെ ആ ഒരു തീക്ഷ്ണതയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചക്കുറവുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് ഈ നെന്മാറ പോത്തുണ്ടി ഡാമിലേക്ക് പോകുന്ന ആ റോഡ് രണ്ട് സൈഡും ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചകളാണ്, പാടങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം നമ്മളങ്ങനെ പോത്തുണ്ടി ഡാം ഗാർഡൻ എന്ന് പറയും, അതിൻ്റെ എൻട്രൻസ് അവിടെ എത്തി. ഇവിടെ നമ്മൾ കയറുന്നില്ല, തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ കയറുന്നത്. അവിടെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് നോക്കി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 9 മണിക്കാണ് ഓപ്പൺ ആവുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് നേരെ പോയി. അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് എൻട്രൻസായി, മുകളിലേക്കുള്ള എൻട്രൻസായി. അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടി നിർത്തണം. നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പാസ് എടുക്കണം. ഇതായി കാണുന്നതാണ് ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ അവിടെ സ്റ്റാഫുകളുണ്ടാവും. ഇതിൻ്റെ വലത്തെ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൽ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു അവിടെ നിർത്താൻ പറഞ്ഞു. നിർത്തി പോയിട്ട് പാസ് എടുക്കും. ആ പാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പോകാനും വരാനൊക്കെ. പാസ്സിൽ പറയുന്ന മെയിൻ കാര്യം എന്താ വെച്ചാൽ 5 മണിയുടെ മുന്നേ റിട്ടേൺ. അവർ ചോദിക്കും പോകുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ടോ വരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് 3 മണി കഴിഞ്ഞാൽ എൻട്രൻസ് ഇല്ല അങ്ങോട്ട്. 3 മണി വരെയുള്ളൂ ടൈം, 7 മണി മുതൽ. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണം 5 മണിയുടെ ഉള്ളിൽ. അതൊക്കെ അവർ പറയും. അല്ലെങ്കിൽ നമുക്ക് തരുന്ന പാസിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. പാസിന് ഫീസൊന്നുമില്ല, ജസ്റ്റ് അവിടുന്ന് പാസ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് എയർ പിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണാം. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. നല്ല രസമുള്ള വ്യൂസാണ്. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ തന്നെ കാണിക്കാനില്ല. അപ്പോൾ ജസ്റ്റ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല വ്യൂ പോയിൻ്റുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ നിന്ന് കയറി അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ അടുത്ത കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ കുറച്ച് പോകുന്ന സമയത്ത് ഈ വൈൽഡ് ആനിമൽസിൻ്റെ സാന്നിധ്യം ഉണ്ട്. ഇവിടെ അത്യാവശ്യം വൈൽഡ് ആനിമൽസിൻ്റെ സാന്നിധ്യമുള്ള ഒരു ഏരിയയാണ് നെല്ലിയാമ്പതി ഏരിയ. അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ കാണാറില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നിർദ്ദേശമുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, പോകുന്ന വഴിക്ക് വണ്ടി നിർത്തരുത്, ആനിമൽസിന് ഫീഡ് ചെയ്യരുത്, അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിലൊന്നും ഇറങ്ങരുത്. മൊത്തം അവിടെ മുകളിലെത്തുന്ന വരെ ഏകദേശം 4 ചെറിയ ചെറിയ വാട്ടർഫോൾസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിലൊന്നും ഇറങ്ങരുത്. അങ്ങനത്തെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, ബോർഡുകളായിട്ടുണ്ട്, അതുപോലെ നമുക്ക് തരുന്ന പാസുകളിലും ഉണ്ട്. അതൊക്കെ ഒബേ ചെയ്തിട്ട് വേണം പോകാൻ, അനുസരിച്ചിട്ട് വേണം പോകാൻ. പോകുമ്പോൾ നമ്മൾ മാക്സിമം പരമാവധി സഹകരിക്കുക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളോട്. പോകുന്ന വഴിക്ക് കുരങ്ങന്മാർ, മറ്റേ സിംഹവാലൻ കുരങ്ങ്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. നമുക്ക് കാണുമ്പോൾ അതിനൊന്നും ഫീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കാണുക, ഫോട്ടോ എടുക്കുക, പെട്ടെന്ന് എന്തൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പോവുക, അത്രയേ ഉള്ളൂ. ടോട്ടല് 23 ഹെയർ പിന്നുള്ളൊരു വലിയ ഒരു മലയാണ് നമ്മളിവിടെ കയറാൻ പോകുന്നത്. അതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ,
നെല്ലിയാമ്പതി ഹിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിന് പരമാവധിയുള്ള വ്യൂ പോയിൻറ്റുകളെല്ലാം ഉള്ളത് 500 മുതൽ 1500 വരെ ഹൈറ്റിലാണ്. സീ ലെവലിൽ നിന്നും 500 ടു 1500 ഹൈറ്റിലാണുള്ളത് ഫീറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലെവൽ മനസ്സിലാവും. ഓരോ ചുരങ്ങൾ, ഓരോ വളവുകൾ, ബെൻഡുകളൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ അട്ടപ്പാടി പോയിട്ടുള്ളവർക്കറിയാം, സൈലൻറ്റ് വാലിയൊക്കെ പോയിട്ടുള്ളവർക്ക് ആ ഒരു ഫീൽ കിട്ടും, അട്ടപ്പാടി ചുരം കയറുന്നൊരു ഫീല്. കാരണം എന്താ വെച്ചാൽ 23 ഹെയർ പിന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വലിയ ചുരമാണ്. പക്ഷെ എന്നാൽ അതിന് മാത്രമുള്ള വാഹനത്തിരക്ക് ഇപ്പോൾ നമ്മളെ നാട് കാണിച്ചുരം, അതുപോലെ വയനാട് ചുരമൊക്കെ കയറുമ്പോൾ നല്ല വാഹനങ്ങളുടെ തിരക്കും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ അതൊന്നുമില്ലല്ലോ. ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് പോവുകയാണ്. 1-2 വാഹനങ്ങൾ ഓപ്പോസിറ്റ് വന്നാലായി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ 1-2 നല്ല ഗ്യാപ്പുകളുണ്ട്, കൺജസ്റ്റഡ് അല്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, റോഡ് അത്യാവശ്യം നല്ല റോഡാണ്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യുക. കാരണം ഒന്ന് വൈൽഡ് അനിമൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ആനകളൊക്കെ. 2 വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ അധികവും നമുക്ക് സൗണ്ടൊന്നും കിട്ടില്ല ചിലപ്പോൾ അധികം. കാരണം അവിടെ ലോക്കൽസിൻ്റെ വണ്ടികളാവും, അവർ എങ്ങനെ വരികയെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ സൈഡ് ചേർന്നിട്ട് ബൈക്കിലൊക്കെ പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് പോവുക. പിന്നെ രണ്ടാമതൊന്ന് നമ്മളെ കോൺസെൻട്രേഷൻ പോകും. നല്ല വ്യൂസ് ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കയറി പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന വ്യൂസ് ഉണ്ടല്ലോ, നല്ല അടിപൊളി വ്യൂസാണ്. ഈ യാത്രയോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ അങ്ങനെ നോക്കി പോകാറുണ്ട്. ഇതൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതോടെ നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് വേണം ഇതിൽ കൂടെയൊക്കെ പോകാൻ. പിന്നെന്താ പറയുക വെച്ചാൽ, ഇതുപോലുള്ള ചുരങ്ങളൊക്കെ കയറിയിട്ട് ഇതുപോലുള്ള കാടുകൾ, മലകളൊക്കെ കയറി പോകുമ്പോൾ ആ പോകുന്നതിൻ്റെ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ പോകണം. രാവിലെ ആ മഞ്ഞ് ഒക്കെ ആസ്വദിച്ച് രാവിലെ തന്നെ അങ്ങനെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു കിട്ടും. ഉച്ചയ്ക്കൊന്നും ഒരിക്കലും നമ്മൾ ഈ വഴിയൊന്നും പ്രിഫർ ചെയ്ത് പോകാൻ. തിരിച്ചു വരവാണെങ്കിൽ ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് കയറുമ്പോഴാണ് ആ വൈബ് കിട്ടുക. അപ്പോൾ അതിന് പരമാവധി നമ്മൾ രാവിലെ നേരത്തെ തന്നെ അവിടെ എത്തി, നേരത്തെ തന്നെ നമുക്ക് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വരുന്നവർ പെട്രോൾ പമ്പ്, നെന്മാറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ റൂട്ടിൽ പെട്രോൾ പമ്പില്ല. അപ്പോൾ വരുന്നവരൊക്കെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വേണം വരാൻ. ഫുൾ ടാങ്ക് ഇല്ലെങ്കിൽ എത്രയാണെങ്കിൽ അത് ഏകദേശം 20-40 അപ്പ് ആൻഡ് ഡൗൺ, ജസ്റ്റ് കയറി ഇറങ്ങാൻ തന്നെ 10-40 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ്. അതുപോലെ പിന്നെ നെല്ലിയാമ്പതി എത്തിക്കഴിഞ്ഞാൽ അവിടെ കൈകാട്ടിൽ നിന്നാണ്ട് 2 സൈഡിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ നമുക്ക് എത്ര എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണോ അതിനനുസരിച്ച് നമുക്ക് പോവാം. അങ്ങനെ വിശാലമായ, പിന്നെ എന്താ പറയുക, വിശാലമായ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും നിരന്ന് കിടക്കുക. അപ്പോൾ എത്ര നമുക്ക് പോകാൻ താല്പര്യമുള്ളതാണ്, അങ്ങനെ ആസ്വദിക്കാൻ, ആ യാത്രകളൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണ് ഒത്തിരി നമുക്ക് പോവാം. അപ്പോൾ അതിനൊക്കെയുള്ള പെട്രോളൊക്കെ കരുതിയിട്ട് വേണം പോകാൻ. അതുപോലെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകളൊന്നും മുകളിൽ അത്ര കാര്യമായിട്ടില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രം 1-2 ടൗണുകളേ ഉള്ളൂ, ചെറിയ ടൗൺ, അവിടുന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ മുൻകരുതലുകളൊക്കെ എടുക്കണം.
പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഈ നെല്ലിയാമ്പതിയെക്കുറിച്ചൊരു വലിയ കഥ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതെല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ അറിയുന്ന പോലെ പറയാം. അതായത് പണ്ട് രാജഭരണം ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് ഈ പ്രദേശത്ത് താഴത്തുണ്ടായിരുന്ന ഒരു വെങ്ങാട് കോവിലകം എന്ന് പറഞ്ഞ ഒരു പണ്ടത്തെ ഒരു ചെറിയൊരു മലബാർ ഒക്കെ ഭരിച്ചിരുന്ന ഒരു രാജ കുടുംബത്തിൻ്റെ കീഴിലായിരുന്നു ഈ നെല്ലിയാമ്പതി ഹിൽസ് കംപ്ലീറ്റ് മുഴുവൻ. അത് അങ്ങനെ വെറുതെ കിടക്കുന്ന സമയത്ത് നമ്മളെ മദ്രാസ് ബേസ് ചെയ്തിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ ബ്രിട്ടീഷ് ടീം, അവരെ ഏതൊരു കമ്പനി ഏതാണെന്നറിയില്ല, അപ്പോൾ അവർ വന്നിട്ട് ഇത് ലീസിനെടുത്തു. ഇവരെടുത്തുനിന്ന് ഈ രാജകുടുംബത്തിൻ്റെ അടുത്ത് ഇവരെടുത്തുനിന്ന് ലീസിനെടുത്തു. അപ്പോൾ ലീസിന് കൊടുത്താണ്. അങ്ങനെയാണ് ഇവർ ഈ നെല്ലിയാമ്പതിയുടെ മുകളിൽ കംപ്ലീറ്റ് ഓറഞ്ച് വെച്ച് പിടിപ്പിച്ചു. ഞാനവിടെ പോയപ്പോൾ അവിടുത്തെ ഒരു ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഏട്ടനെ കണ്ടപ്പോൾ ചോദിച്ചു, ഒരു സാറിനെ കണ്ടപ്പോൾ. അപ്പോൾ സാറ് മൂപ്പര് ആൾ പറഞ്ഞാണ് പണ്ട് ഈ ഏരിയ ഈ കുന്നിൻ്റെ ചെരുവുകൾ കംപ്ലീറ്റ് ഓറഞ്ച് ഫാമായിരുന്നു എന്ന്. പിന്നീട് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും വ്യതിയാനങ്ങളൊക്കെ കാരണം കുറഞ്ഞ് ഇപ്പോൾ ഒരു ഫാമിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങി. അതാണ് ഉണ്ടായത്. അപ്പോൾ നെല്ലിയാമ്പതിക്ക് അങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ട്. ഈ ഓറഞ്ചിൻ്റെയൊക്കെ കൃഷി ഇവിടെ കുറയാൻ കാരണം പറഞ്ഞല്ലോ, ഇവിടുത്തെ ക്ലൈമറ്റിൽ വരുന്ന വ്യത്യാസം. അതായത് പണ്ട് കാലത്ത് എന്നോട് പറഞ്ഞത് നല്ല തണുപ്പുണ്ടായിരുന്ന ഏരിയയാണ് എന്ന് പറഞ്ഞു. അതായത് വർഷക്കാലം, വേനൽക്കാലം, സമ്മർ അങ്ങനെയൊന്നും വ്യത്യാസമില്ലാണ്ട് തന്നെ അത്യാവശ്യം ഏപ്രിൽ മാസം വരെ നല്ല തണുപ്പ് കിട്ടിയിരുന്ന ഏരിയ ആയിരുന്നു ഇത്ര ഈ നെല്ലിയാമ്പതി. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചുരുങ്ങി നമ്മളെ സാധാ നാട്ടിലത്തെ പോലെ തന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാക്സിമം ആ ഒരു മാസങ്ങളിലേക്കായിട്ട് തണുപ്പ് ചുരുങ്ങി. അങ്ങനെ ക്ലൈമറ്റിൽ വരുന്ന വ്യത്യാസം നമുക്കറിയില്ലെങ്കിൽ അവിടെ കാലങ്ങളായിട്ട് താമസിക്കുന്ന അവർക്കറിയാലോ. അപ്പം അവർ പറയുമ്പോൾ അത് ഒരു സത്യം തന്നെയല്ലേ. അപ്പം അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തണുപ്പ് വേണ്ട ഒരുപാട് കൃഷികൾ വേറെയും ഈ ഭാഗത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പണ്ട്. ഇപ്പോഴൊക്കെ കുറവാണ്. ഏതൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങളോ പിന്നെ ഒക്കെ പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തേയിലയും കാപ്പിയും മാത്രമായിട്ട് ഈ ഒരു ഏരിയ മാറി. എന്താ ഇവിടെ ഈ ഭാഗത്ത് റോഡ് പണി നടക്കണമായിട്ട് ശ്രദ്ധിച്ചോ? കാണാം. ആ റോഡ് പണി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടുന്ന് മുകളിൽ നിന്ന് ഉരുൾപൊട്ടിയിട്ട് റോഡടക്കം ഒലിച്ചു പോയി താഴത്തേക്ക്. ഏകദേശം ഒരാഴ്ച 2 ആഴ്ചത്തോളം റോഡെല്ലാം ബ്ലോക്കായി കിടന്നിട്ട് പിന്നെ അവിടെ നിന്ന് സെറ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഇത് രണ്ടാമത്. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പം തന്നെ നമുക്ക് ആലോചിക്കാം, ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് കുടുംബങ്ങളുണ്ട്, അവരൊക്കെ വേറെ വഴിയില്ല അങ്ങോട്ട് എത്തിച്ചേരാൻ. എന്താല്ലേ, അതൊരു പ്രത്യേക അവസ്ഥയാണ് അതിൻ്റെ മുകളിലുള്ളവർക്ക്. പക്ഷെ അവർക്കത് ശീലമാണ്. നമ്മളിപ്പോൾ അവരെ പറ്റിയിട്ട് ആവലാതിപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ യാത്ര എൻജോയ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. നല്ല എൻജോയ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ആ വൈബ് എന്ന് പറയുമ്പോൾ നമുക്ക് പോകുമ്പോഴേ അറിയുള്ളൂ. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും ബൈക്കുള്ളവരായ കാറ് അത്ര തന്നെ വലിയ പ്രിഫർ ചെയ്യുന്നില്ല. ബൈക്ക് അതുപോലെ KSRTCയുടെ ബസ്, ഇതൊക്കെ നമുക്ക് ഈ നാച്ചുറലായിട്ടുള്ള ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ 2 വാഹനങ്ങളാണ്. എല്ലാം നമ്മളെ ശരീരത്തിന് നേരിട്ടിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ ബൈക്ക് യാത്രയുടെയും ബസ്സിലുള്ള യാത്രയുടെ ഒക്കെ ഗുണം. കാറിൽ പോയി കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് കിട്ടില്ല അങ്ങനത്തെ ഏരിയ കൂടെ ഒന്നും. അപ്പോൾ എല്ലാവരും മാക്സിമം വണ്ടിയൊക്കെ എടുത്തിട്ട് പോവുക.
ഇതൊന്നും വലിയ ചിലവില്ലാത്ത സംഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യുക, കാണുക, അതൊക്കെയാണ് പറയാനുള്ളത്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ ഈ നെല്ലിയാമ്പതി ഏരിയ. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഗതാഗത സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്നതും അവർ തന്നെ ആയിരിക്കും, സ്വാഭാവികമാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാർ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തത് നമ്മൾ ഇതൊന്നും കാണാതെ പോകരുത്. ബ്രിട്ടീഷുകാരെ ന്യായീകരിക്കണമല്ല, പക്ഷെ അവരെ സെറ്റ് ചെയ്ത് എടുത്തതാണ്, നമ്മളെ കൊണ്ടാവാത്ത കാലത്ത് സംഭവങ്ങൾ അവർ സെറ്റ് ചെയ്ത് എടുത്താണെന്ന് പറയാം. എന്തൊക്കെ പറഞ്ഞാൽ അവരെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം കൊള്ളടിക്കുക, ഊറ്റിക്കൊണ്ട് പോവുക, അത് തന്നെയായിരുന്നു. അതുകൂടെ പറയണമല്ലോ. ഞാനീ പോയ സമയം എന്ന് പറയുന്നത് നവംബർ ലാസ്റ്റ് വീക്കൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ പകുതി കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പായി. ഇപ്പോൾ നമ്മളീ പോകുന്ന സമയത്തൊക്കെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കോട കിട്ടിയ ഒരു കാലാവസ്ഥയാണ്. ഫോണിൽ നോക്കിയപ്പോൾ ഏകദേശം 19 to 22 ഒക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയായിരിക്കും, ആ ഒരു ഫീലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കയറുന്ന സമയത്ത്. പിന്നെ രാവിലെ കൂടിയല്ലേ. ഈ നെല്ലിയാമ്പതി എന്നുള്ള പേരെങ്ങനെ വന്നു എന്നുള്ളത് കുറേ തപ്പി നടന്ന കാര്യമാണ്. പക്ഷെ അതിന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ഏകദേശം ഇതെന്ന് പറയുമ്പോൾ ഒരു കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ ഒക്കെ അടുത്ത് നമ്മളവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യണ നെല്ലിമരങ്ങളാണ്, ചെറിയ ചെറിയ നെല്ലിമരങ്ങൾ. അപ്പോൾ അതാണ് നെല്ലിമരങ്ങൾ ഇങ്ങനെ കൂടുതലുണ്ടാകൊണ്ടാണോ നെല്ലിയാമ്പതി എന്നുള്ള പേര് വന്നത് പറയുന്നു ആളുകളൊക്കെ. അപ്പം അത് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും നമുക്കും അങ്ങനെ അനുമാനിക്കാം. എന്തായാലും പാവങ്ങളുടെ ഊട്ടി എന്ന് പറയാൻ തക്കതായ റീസൺ ഉണ്ട് ഇവിടെ. കാരണം എക്സാക്റ്റ് ഒരു മിനി ഊട്ടി ഫീലിംഗ് നമുക്കതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ കിട്ടും. അതിൽ സംശയമില്ലാത്ത കാര്യമാണത്. അതുകൊണ്ട് തന്നെ പാവങ്ങളുടെ ഊട്ടി എന്ന് പറയുന്നതിൽ നമുക്ക് ആ ഒരു ആശയത്തോടെ തന്നെ യോജിക്കുക. പിന്നെ വേറൊരു സംഭവം ഉള്ളത്, ഇതിൻ്റെ മുകളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് കുറച്ച് വ്യൂ പോയിൻറ്റുകളാണ് കാണാനുള്ളത്. എല്ലാം നാച്ചുറലായിട്ടുള്ള വ്യൂ പോയിൻറ്റുകളാണ്. അതുപോലെ പിന്നെ അവിടെ കാണാൻ കാര്യമായിട്ടുള്ളത് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം, ഗവൺമെൻറ് ഒരു സ്ഥാപനമാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ കാണാനുള്ളതൊക്കെ ഇതുപോലുള്ള ഓരോ വ്യൂ പോയിൻറ്റുകൾ, ഒരു തൂക്കുപാലം, പിന്നെ കാണാനുള്ള അതിമനോഹരമായ കാഴ്ചകൾ, തേയിലത്തോട്ടങ്ങളുടെയും കാപ്പിത്തോട്ടങ്ങളുടെയും ഇടയിലുള്ള കാഴ്ചകൾ, ഇതൊക്കെയാണ് മുകളിൽ കാണാനുള്ളത്. നമ്മളിപ്പോൾ ഈ മുകളിലേക്കുള്ള യാത്രയിൽ തന്നെ രണ്ട് സൈഡിലും തിങ്ങി നിറഞ്ഞ മരങ്ങൾ, അവയ്ക്ക് ഇടയിലൂടെയുള്ള ഒരു പീസ്ഫുള്ളായിട്ടുള്ള യാത്ര എന്നൊക്കെ പറയില്ലേ, അതായത് തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് ആസ്വദിച്ച് പോവുക. അപ്പോൾ ഉണ്ടോ ആ പോകുന്ന ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ, അവിടെ നിന്ന് വരുന്ന ഒരു പ്രത്യേക തരം കാറ്റുണ്ട്. അതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മളെ മുഖത്തൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ ഒരു ഫീലുണ്ട്.
അതൊക്കെ പോകുമ്പോഴാണ് അതൊക്കെ അറിയാം, നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം ഞാൻ പണ്ട് ഒരു സമയത്ത് അട്ടപ്പാടി ചുരം സ്ഥിരമായിട്ട് കയറിക്കൊണ്ടിരുന്നിരുന്ന ആളാണ്. പക്ഷെ ആ ഒരു ചുരത്തിനെക്കാട്ടിലൊക്കെ എത്രയേ അതിൻ്റെയൊക്കെ 2-3 മടങ്ങ് ഫീലിംഗ്, ആ ഒരു ചുരം കയറുന്ന ഒരു തണുപ്പും ആ ഒരു ഫീലിങ്ങൊക്കെ നമുക്ക് ഈ നെല്ലിയാമ്പതി ചുരം കയറുമ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ചുരം കയറി തുടങ്ങിയപ്പോൾ വിചാരിച്ച് ഏറെക്കുറെ അട്ടപ്പാടി ചുരത്തിൻ്റെ അതേപോലെ ഉണ്ട് ഫീലിംഗ് കയറുമ്പോൾ. അപ്പോൾ ഇത് അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ മൊത്തം ഞെട്ടിച്ച് കളഞ്ഞു നെല്ലിയാമ്പതി ഈ ചുരം എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മോനെ വൈബോട് വൈബ്, വ്യൂസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂസ്. 2 സൈഡും ക്ലൈമറ്റ്, അതിന് പറ്റിയ അനുസരിച്ചുള്ള ക്ലൈമറ്റ്, ഒരു തിരക്കുമില്ലാത്ത റോഡുകൾ, നല്ല റോഡ്, നല്ല കാഴ്ചകൾ 2 സൈഡും. എന്തുകൊണ്ടും ഒരു സൂപ്പർ യാത്ര, ഒരു അനുഭവമായി മാറി ഈ ഒരു ട്രിപ്പ്. ഈ മലമുഴക്കി വേഴാമ്പലുകളുടെ പ്രധാനപ്പെട്ട വാസസ്ഥലമാണ് ഈ നെല്ലിയാമ്പതി മലനിരകൾ. ഇവിടെ അല്ല, കുറച്ചങ്ങോട്ട് മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വിക്ടോറിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ബേർഡ് വാച്ചേഴ്സൊക്കെ വന്ന് വരുന്ന സ്ഥലമാണ് ഷൂട്ട് ചെയ്യാനൊക്കെ. അവിടെ നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള വേഴാമ്പലുകൾ, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പക്ഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ തന്നെ പോയപ്പോൾ 1-2 പക്ഷികളെ കണ്ടു. എൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ അടുത്തതായിട്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ, എന്തായാലും ആരായാലും ഒരു മസ്റ്റ് വ്യൂ ആയിട്ട്, ഒരു കേരളീയനാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഈ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിരിക്കേണ്ട സ്ഥലമാണ് നെല്ലിയാമ്പതി. അത് മിസ്സാക്കാൻ പാടില്ല. ഇതെന്താ ഇപ്പോൾ ഇവിടെ ഇപ്പം എന്താ നടക്കണമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതെന്താ വെച്ചാൽ ആ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് ഒരു മല, അതിൻ്റെ ഒരു വ്യൂ കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു വീഡിയോ കിട്ടിയാലോ വിചാരിച്ചിട്ട് ക്യാമറ തിരിക്കുന്നതിന് പകരം വണ്ടിയുടെ ഹാൻഡിൽ തിരിച്ചിട്ട് കാണിച്ചു തരാൻ ശ്രമിച്ചതാണ്. അത്രയും പിന്നെ നല്ല വ്യൂ ആണ് അത് അതിൻ്റെ ക്ലാരിറ്റി ഉള്ള വ്യൂ മറ്റേ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരത് കണ്ടാൽ മതി.
ഈ ഇടയ്ക്കിടയ്ക്ക് നിർത്തണ കണ്ടിട്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ. വ്യൂസ് കണ്ടിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയതുകൊണ്ടാണ് നിർത്തി പോണതാണ്. കാരണം ഇതിൻ്റെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ നിർത്തേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ മുകളിൽ നല്ല 2 വ്യൂ പോയിൻറ്റുകളുണ്ട്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം പോകുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിൽ വ്യൂ പോയിൻ്റുള്ള കാര്യം അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും പോകുന്ന സമയത്ത് നമ്മൾ പരമാവധി വ്യൂസ് കാണുമ്പോൾ അവിടെ നിർത്തി പോവും. അതാ സ്വാഭാവികമാണ്. അങ്ങനെ നിർത്തി പോകുന്നതാണ് ഇവിടെയൊക്കെ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് 17 മൈൽ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നൊരു വ്യൂ പോയിൻ്റ് മുകളിലുള്ളതാണ്. ഏറ്റവും മുകളിലല്ല, ഇത് കഴിഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട് മുകളിൽ. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിൽ എത്തി. അപ്പോൾ അവിടെ എത്തിയേക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അവരാ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതിൻ്റെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ വരുന്ന സമയത്ത് ഒന്നാമത് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂളുണ്ട്. ഈ വരുന്ന വഴിയിൽ നിർത്താൻ പാടില്ല, വണ്ടി നിർത്താൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അവരോട് സഹകരിച്ച് പോരുകയാണെന്നുണ്ടെങ്കിൽ പോരാം. കാരണം മുകളിൽ വ്യൂ പോയിൻ്റ് ഉള്ള കാരണം കൊണ്ട് ഫോട്ടോസ് എടുക്കേണ്ടവർക്കും ഒക്കെ ഇത് ആസ്വദിക്കേണ്ടവർക്കൊക്കെ ഈ മുകളിലത്തെ ഈ വ്യൂ പോയിൻ്റിൽ വന്നിട്ട് നമുക്കത് വേണ്ട രീതിയിൽ ആസ്വദിക്കാനോ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഈ വ്യൂ പോയിൻ്റുകളിലുണ്ട്. വീഡിയോ ലെങ്ത്ത് ഫുൾ ലെങ്ത്താണ് ഏകദേശം. അതായത് ഒരുപാടൊന്നും കട്ട് ചെയ്തിട്ടില്ല. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല എന്നല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാനത് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ആ യാത്രയുടെ ത്രൂ ഔട്ട് കംപ്ലീറ്റ് വീഡിയോ ഒന്ന് പിന്നെ പറയാം. അവിടെ ഇവിടെയും കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഉണ്ട് ഇതിൽ. ഏകദേശം 1 മണിക്കൂർ എൻ്റെ മുകളിൽ 1.5 മണിക്കൂറോളം ആണ് ഒന്നര എടുത്തിട്ടില്ല, 1 മണിക്കൂറിൻ്റെ മുകളിൽ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത്രയാണ് സമയം എടുത്തത്. അതിൽ ഏകദേശം 3/4 മണിക്കൂർ നമ്മളിപ്പോൾ ഏകദേശം ഈ വീഡിയോ ലെങ്ത് ഉണ്ട്. അത്രയും കട്ട് ചെയ്യാണ്ടാണ് ഇട്ടിരിക്കുന്നത് വീഡിയോ. പിന്നെന്താ, കുറേ കാര്യങ്ങളിപ്പോൾ നെല്ലിയാമ്പതിയെ പറ്റി അറിയാൻ പറ്റിയില്ലേ. അതുപോലെ തന്നെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് പാലക്കാട് ടൗണിൽ നിന്ന് 90 കിലോമീറ്ററാണ് മുകളിലേക്ക് നെല്ലിയാമ്പതി കൈകാട്ടി ജംഗ്ഷനിലേക്കുള്ളത്. അതുപോലെ പിന്നെ നെല്ലിയാമ്പതിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാടിൻ്റെ ഏറ്റവും വലിയ ഹിൽ സ്റ്റേഷനാണ് നെല്ലിയാമ്പതി. ഇത് കഴിഞ്ഞാൽ സൈലൻറ്റ് വാലി, അട്ടപ്പാടി പാലക്കാടിൻ്റെ തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ പാലക്കാടുള്ള ഏറ്റവും വലിയ ഹിൽ സ്റ്റേഷൻ നെല്ലിയാമ്പതിയാണ്. പോരാത്തതിന് നെല്ലിയാമ്പതി ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് തന്നെ ഒരുപാട് സിനിമകൾ, മലയാളത്തിലെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നെല്ലിയാമ്പതി. വിനോദയാത്ര, പിന്നെ പഴയ മമ്മൂട്ടിയുടെ മൃഗയ തുടങ്ങിയ ഒരുപാട് സിനിമകൾ ഈ നെല്ലിയാമ്പതി ലൊക്കേഷനായിട്ട് ഷൂട്ട് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. അതൊക്കെ ഈ നെല്ലിയാമ്പതിക്ക് ഒരു എന്താ പറയുക, മുതൽക്കൂട്ട് എന്നൊക്കെ പറയില്ല, ഒരു പൊൻതൂവലാണ് ഈ നെല്ലിയാമ്പതിക്ക്. അതുകൊണ്ടാണ് ഈ നെല്ലിയാമ്പതി കൂടുതലായിട്ട് അറിയപ്പെടാനുള്ള കാരണം. ഒരുപാട് സിനിമകളുണ്ട്, അത് ഒരുപാട് പ്രകൃതി, അതായത് പ്രകൃതി ഇഷ്ടപ്പെടുന്നവർ,
അതായത് നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ വരുന്നവർ, അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ഊട്ടിയിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രകൃതിനെ ഇത്ര കണ്ട് ആസ്വദിക്കാൻ ഊട്ടി പോയാൽ പോലും പറ്റില്ല. ആ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാന്നല്ലാണ്ട് ഈ പ്രകൃതിയുടെ ഈ മനോഹാരിതയും രമണീയതയും മറ്റേ പച്ചപ്പും ഇതൊന്നും ആസ്വദിക്കാൻ വേറെ എവിടത്തെക്കാട്ടിലും ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് നെല്ലിയാമ്പതിയാണ്. ഇത് കയറി കഴിഞ്ഞ് നമ്മൾ ആ ലാസ്റ്റത്തെ 2 വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇറക്കങ്ങളുണ്ട് കേട്ടോ. കയറ്റം മാത്രമല്ല, അവിടുന്ന് ഒരു അപ്പുറത്തെ ഒരു മലയുടെ സൈഡിലേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പം ഈ ഇറക്കം കൂടി കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു ചെറിയ കയറ്റം കൂടി കയറി കഴിഞ്ഞാൽ കൈകാട്ടി ജംഗ്ഷനിലെത്തും. ഈ കൈകാട്ടി ജംഗ്ഷനിൽ നിന്നാണ് 2 റോഡുള്ളത്. ഒരു റോഡ് റൈറ്റ് സൈഡിലേക്കുള്ള റോഡിന് നമ്മൾ പോയി കഴിഞ്ഞാൽ കേശവമ്പാറ, അതുപോലെ കാരപ്പാറ, ഹാങ്ങിങ് ബ്രിഡ്ജ് ആ സ്പോട്ടിലേക്കാണ് പോവുക. ഇനി കൈകാട്ടി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്, മാട്ടുമല വ്യൂ പോയിൻ്റ്, പിന്നെ ഗ്രീൻലാൻഡ് ഫാം, ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം, അതൊക്കെ ലെഫ്റ്റിലേക്ക് പോയാലാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയട്ടെ, ഇനി അധികം ദൂരമില്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ കൈകാട്ടി ജംഗ്ഷനിൽ എത്താറായിട്ടുണ്ട്. അങ്ങനെ നീണ്ട ഒരു 1.5 മണിക്കൂറിൻ്റെ ആസ്വാദ്യകരമായ യാത്രയ്ക്കൊടുവിൽ നമ്മൾ കൈകാട്ടി ജംഗ്ഷനിലെത്തി. അപ്പോൾ ഇതാണ് നെല്ലിയാമ്പതിയുടെ കൈകാട്ടി ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 2 വഴികളിൽ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്കുള്ള എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വ്യൂ പോയിൻറ്റുകളും അതുപോലെ തന്നെ ഫാമുകളൊക്കെ കവർ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം, കാരണം ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള വ്യൂസ് എല്ലാം ഒരു വീഡിയോയിലും, റൈറ്റിലേക്കുള്ള റോഡിന് പോകുമ്പോഴുള്ള വീഡിയോസ് എല്ലാം ഒരു വീഡിയോയിലും കൂടി ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ ഈ പിന്നെ ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പക്ഷേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്.